കേരളത്തോട് നരേന്ദ്രമോദി സർക്കാർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇപ്പോൾ വല്ലപ്പോഴും വിമാനം വന്നും പോവുകയും ചെയ്യുന്ന ഒരു വിജനമായ വിമാനത്താവളമാണ് കണ്ണൂരിലേത്. കുഗ്രാമത്തിലാണെന്ന കാരണം പറഞ്ഞ് കേന്ദ്രം പോയിന്റ് ഓഫ് കോൾ നിഷേധിക്കുമ്പോൾ രാജ്യത്തെ മിക്കവാറും വിമാനത്താവളങ്ങളും ഗ്രാമാന്തരീക്ഷത്തിലാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനത്തോട് ചെയ്യാൻ പാടില്ലാത്ത അവഗണനയുടെയും പകപോക്കലിൻ്റെയും ഭാഗമാണിത്. വിമാനം പറത്തി കിയാലിൻ്റെ ലാഭത്തിലാക്കാൻ സർവീസ് നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള 20ഓളം വിമാന കമ്പനികളുടെ അപേക്ഷയുണ്ട്. പക്ഷേ കേന്ദ്രം പോയിന്റ് ഓഫ് കോൾ അനുമതി നൽകുന്നില്ല. ഇപ്പോൾ വല്ലപ്പോഴും വിമാനം വന്നും പോവുകയും ചെയ്യുന്ന ഒരു വിജനമായ വിമാനത്താവളമാണ് കണ്ണൂരിലേത്. ഹജ്ജിൻ്റെ സമയമാണ് അല്പമെങ്കിലും തിരക്ക് അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ ആരാണ് ഈ വിമാനത്താവളവുമായി ബന്ധപ്പെടുന്നതെന്ന് ഗോവിന്ദൻ ചോദിച്ചു. ലോകത്തെ എല്ലാ ഇന്റർനാഷണൽ എയർപോർട്ടിനെ പോലെയുള്ള എയർപോർട്ടാക്കി കണ്ണൂരിനെ മാറ്റാൻ യാതൊരു പ്രയാസമില്ല. ഭൂമി ഏറ്റെടുക്കാൻ പ്രയാസമില്ല, ഭൂമിയുണ്ട്. ഇവിടെ ഇപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? വിജനമായി കിടക്കുകയാണ് എയർപോർട്ട്. എപ്പോഴെങ്കിലും വരുന്ന ഒരു വിമാനം, എപ്പോഴെങ്കിലും പോകുന്ന ഒരു വിമാനം, അതിൻ്റെ അപ്പുറത്തേക്ക് എയർപോർട്ടില്ല. ഹജ്ജിന്റെ സന്ദർഭത്തിലാണ് ചിലപ്പോഴെങ്കിലും ചെറിയ തിരക്കുണ്ടാകുന്നത്. അല്ലെങ്കിൽ ആരായി എയർപോർട്ടുമായി ബന്ധപ്പെടുന്നത്? നമുക്ക് വിമാനങ്ങളില്ല. വിമാനം പറത്തി ഇതിനെ ഫലപ്രദമായ രീതിയിലുള്ള എയർപോർട്ടാക്കി മാറ്റുന്നതിന് ലോകത്തെ നിരവധി മേഖലയിൽ നിന്ന് 10-17 അപേക്ഷ നമ്മുടെ മുമ്പിലുണ്ട്. കേന്ദ്ര സർക്കാർ പോയിന്റ് ഓഫ് കോൾ അനുവദിക്കാത്തതിന് പ്രധാന കാരണമായി പറയുന്നത് വിമാനത്താവളം കുഗ്രാമത്തിലാണെന്നാണ്. രാജ്യത്തെ മിക്കവാറും വിമാനത്താവളങ്ങളും പട്ടണത്തിന്റെ നടുവിലല്ല, ഗ്രാമാന്തരീക്ഷത്തിലാണ്. കണ്ണൂർ വിമാനത്താവളം ഗ്രാമത്തിലാണെന്ന കള്ളപ്രചരണമാണ് നടക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ പേരിലാണ് കേന്ദ്രം കണ്ണൂരിന് പോയിന്റ് ഓഫ് കോൾ അനുവദിക്കാത്തത്. ഈ വിവേചനം അത് പോയിന്റ് ഓഫ് കോളിന്റെ കാര്യത്തിൽ മാത്രമല്ല. കേരളത്തോട് അവഗണന എന്ന് പറഞ്ഞാൽ പോരാ, യുദ്ധം നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഗോവിന്ദൻ പറഞ്ഞു. ഇതിനാവശ്യമായ എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ടാവണം എന്നാണ് ഈ മാർച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇനി കാത്തിരിക്കാൻ പാടില്ല, സാവകാശം വേണ്ട. ഇപ്പൊ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് ഒരു മുൻനിർക്കവും ഗവൺമെന്റ് ചെയ്യേണ്ടതില്ല. ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുക മാത്രമേ ഉള്ളൂ. അത് ചെയ്യുന്നില്ല എന്നതിന്റെ അർത്ഥം ഒരേ ഒരു കാരണമാണ് രാഷ്ട്രീയം. രാഷ്ട്രീയ കാരണം കൊണ്ട് മാത്രമാണ് കേരളത്തെ അവഗണിക്കുന്നത്. അത് ഈ എയർപോർട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഹജ്ജിന്റെ ഒരു കേന്ദ്രമായിട്ട് തീരുമാനിക്കപ്പെട്ടതോടുകൂടി ഹജ്ജ് യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. ഇപ്പോഴാ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വരുന്നുണ്ട്. അതിപ്പോ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതിപ്പോഴും തന്നെ ഉറപ്പാണ്. രാജ്യത്ത് വർഗീയ കലാപങ്ങളും ബുൾഡോസർ രാജ്യം നടക്കുമ്പോൾ മതനിരപേക്ഷതയുടെ വസന്തകാലം തീർത്ത സർക്കാരാണ് കേരളത്തിലുള്ളത്. അത് കേന്ദ്ര സർക്കാരിന് തീരെ ഇഷ്ടമല്ല. പള്ളിക്കടിയിലെല്ലാം ഇപ്പോൾ അമ്പലമുണ്ടെന്നാണ് പറയുന്നത്. അത് പരിശോധിക്കാൻ അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിടുകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. പോയിന്റ് ഓഫ് കോൾ അനുവദിക്കുക, ഹജ്ജ് ഹൗസ് നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രവാസി സംഘത്തിന്റെ മാർച്ച്. വായാന്തോട് നിന്ന് 100 കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന വിമാനത്താവള മാർച്ചായിരുന്നു. മാർച്ച് കല്ലേരിക്കരയിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് EMP അബൂബക്കർ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ P. ലില്ലീസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കൂട്ടമ്പള്ളി, നേതാക്കളായ TK രാജീവൻ, V. പ്രശാന്ത് കുമാർ, TP രാജൻ, KP സദാനന്ദൻ, P. പുരുഷോത്തമൻ, K. പ്രകാശൻ, KP സൂരജ്, A. രഞ്ജിനി, M. രതീഷ്, NV ചന്ദ്രബാബു, CV ശശീന്ദ്രൻ, CP ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. മാർച്ചിന് മുന്നോടിയായി 3 ദിവസം നീണ്ടുനിന്ന വാഹന പ്രചരണ ജാഥയും സംഘടിപ്പിച്ചിരുന്നു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.
തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.